നമസ്കാരം. പെൺകഴിവുകൾക്ക് മാറ്റുകൂട്ടുന്ന വേദി ഇത് റെഡ് കാർപ്പറ്റ്. So let's begin the show. This is Red Carpet. നമ്മുടെ കൂടെ ഇന്നും ഡിജോയും വിൻസി ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അവരുടെ ഗെയിംസും വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം. So let's welcome ഡിജോ ആൻഡ് വിൻസി. ഓക്കെ, അപ്പോൾ രണ്ടുപേർക്കും ഒരിക്കൽ കൂടി റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ഇത്രയും നേരം നിങ്ങളുടെ കൂടെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു, ഒരുപാട് ചിരിച്ചു. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. എൻ്റെ കൂടെയുള്ള ഈ നിമിഷങ്ങൾ നിങ്ങളും എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുകയാണ്. മാറ്റി പറയരുത്. ജയത്തിന്റെ വാല്യൂ മനസ്സിലായി. ജയത്തിന്റെ വാല്യൂ, പരാജയത്തിന്റെ വേദന എല്ലാം നന്നായിട്ട് മനസ്സിലായി. ഷോക്കടി. അതെ, ഈ ഒരു നിമിഷത്തിൽ രണ്ടുപേരും പാട്ട് പാടാൻ പോകുന്ന പടം മലയാളികൾ ഇനി കേൾക്കാൻ പോകുന്ന ഒരു സിനിമയിലെ പാട്ട് നമുക്ക് വേണ്ടി ഓൾറെഡി അത് ഇറങ്ങിയിട്ടുണ്ട്. അതെ, പിന്നെ എന്താ ലിറിക്സ് തെറ്റിട്ടുണ്ട് സാർ, സോറി. ഞാൻ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും പക്ഷെ വിൻസി നന്നായിട്ട് പാടുന്നുണ്ട്, നല്ല വോയിസ് ആണ്. അപ്പൊ ഇനിയും ഒരുപാട് പാട്ടുകൾ പല സ്ഥലത്തും പാടാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ് എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത പണിയുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ഇതിന് ഒരു സമ്മാനവും ഇല്ല. പക്ഷെ ഇത് നമ്മളിങ്ങനെ സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ എന്നാണ് ഇതിന്റെ ഒരു സെഗ്മെന്റിന്റെ പേര്. കാരണം നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടങ്ങൾ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, ആദ്യം വിൻസിയുടെ ഫസ്റ്റ് ക്രഷ്. തേർഡ് സ്റ്റാൻഡേർഡിലെ ഒരു കുഞ്ഞു കുട്ടി, ഐ മീൻ എന്റെ കൂടെ പഠിച്ചിരുന്നു. പേര് പറയാമോ? ടിന്റുമോന്റെ. ഇപ്പൊ പറയുമ്പോ അത് തേർഡ് സ്റ്റാൻഡേർഡിലല്ലേ? ആർക്കും ഹാംഫുൾ അല്ല. അശ്വിൻ ചന്ദ്രൻ കല്യാണം കഴിഞ്ഞ കുട്ടിയായിട്ട് ആ കുട്ടി. ഈ ഫസ്റ്റ് സാലറി എത്ര രൂപയായിരുന്നു? ഫസ്റ്റ് സാലറി 5,000. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് ചിന്തിച്ചിട്ട് ആൻസർ പറയുള്ളൂ, ചാടിക്കേറി പറയണ്ട. ഹോട്ട് എന്ന വാക്ക് കേട്ടാൽ ആദ്യം മൈൻഡിൽ വരുന്നത്? ഹോട്ട് ആദ്യം മൈൻഡിൽ വരുന്നത് എനിക്ക് കൊറേ ഓർമ്മ വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഓർമ്മ പറഞ്ഞോളൂ. അല്ല, ഹോട്ട് ഇപ്പം ചിക്കൻ കറി, ഞാൻ വെച്ച ചിക്കൻ കറി എന്നെ തന്നെയായിരിക്കും എനിക്ക് ഓർമ്മ വരുന്നത്. അതായത് ഹോട്ടായിട്ട് ഉള്ള ഒരു നായകൻ മനസ്സിൽ വരുന്നുണ്ടോ? എനിക്ക് ഗേൾസിന് വരുന്നത് എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു സ്ത്രീയാണ് ഹോട്ട് എന്ന് പറയുമ്പോൾ എന്നാൽ വിൻസിക്ക് ഓർമ്മ വരുന്നത്. എനിക്കിപ്പോ മനസ്സിൽ ഹോട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിൽ വരുന്നത് വിൻസിയുടെ എക്സ്പ്രഷൻ ആണ്. ഇനി അടുത്തത്, നിങ്ങളുടെ ജീവിതം സിനിമ ആവുകയാണെങ്കിൽ ആ സിനിമയുടെ പേരെന്തായിരിക്കും? പോയ വഴികൾ. വഴികൾ എന്നല്ല ഉദ്ദേശിച്ചത്. വഴികൾ. അടുത്തത്, നിങ്ങളുടെ അച്ഛന്റെയും അമ്മയുടെയും ആദ്യ അക്ഷരമേ പേരിന്റെ ആദ്യ അക്ഷരം കൊണ്ട് പേരിട്ടാൽ നിങ്ങളുടെ രണ്ടക്ഷരം വരുന്ന ആ പേരെന്തായിരിക്കും? അൽസോ. അമ്മയുടെ പേരെന്താ? സോനി. അച്ഛന്റെ പേര് അലോഷ്യ. അപ്പൊ അൽസോ. അത് തിരിച്ചു വേണമെങ്കിൽ സോയൽ. രണ്ടും കൊള്ളാം. സോയൽ കൊള്ളാം. സോയൽ. ഇനി ആക്ടിങ് അല്ലാതെ താഴെ പറയുന്ന ആക്ടേഴ്സിന് സ്യൂട്ട് ചെയ്യുന്ന പ്രൊഫഷൻ, വേറെ പ്രൊഫഷൻ വിൻസിയുടെ മനസ്സിൽ വരുന്ന പറയുക. നയൻതാര. ജിം ട്രെയിനർ ഒന്നും പറ്റത്തില്ലല്ലോ. ജിം ട്രെയിനർ. ഓക്കെ, അത് കൊള്ളാം. ആപ്റ്റ്. മഞ്ജു വാര്യർ. കണ്ടക്ടർ. ഞാൻ ഇത് അടിമേടിച്ചു നാട്ടുകാരുടെ. ഒരു കണ്ടക്ടർ, ലേഡി ഒരു കണ്ടക്ടർ. ഇനി മമത മോഹൻദാസ്. അഡ്വക്കേറ്റ്. ഇനി സ്വാസിക. എന്താ എന്നെ കണ്ടിട്ട് നടിയായിട്ട് തോന്നുന്നില്ല? എനിക്ക് വേറെ എന്ത് ജോലി ചെയ്യും? ഈ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കും. ചായക്കടക്കാരി.
എനിക്ക് തന്ന പണികൾക്ക് ഇങ്ങനെയെങ്കിലും ഞാൻ തിരിച്ചു തരണ്ടേ. അത് നന്നായിട്ട് പറഞ്ഞു. ഈ ചോദ്യങ്ങളൊക്കെ എന്നോടുണ്ടോ? ഇത് അറിയില്ല, ചിലപ്പോ ഉണ്ടാവുമായിരിക്കും, അറിയില്ല. ചായക്കടക്കാര് നല്ലൊരു വൈകുന്നേരങ്ങളിൽ നല്ല ചൂട് ചായ കൊടുക്കുന്ന തേപ്പുകാരി എന്റെ ചായക്കടക്കാരി. അത് പറഞ്ഞില്ലല്ലേ തേപ്പുകാരിന്ന്? പക്ഷെ ഒരു ജോലിയല്ലല്ലോ, അത് നമ്മൾ എന്നും ചെയ്യുന്നല്ലേ. കൊള്ളാം, അടിപൊളി, നല്ല. കാരണം ഇത്ര വെറൈറ്റി ആയിട്ട് ഇവിടെ വന്ന ആൾക്കാരിൽ ആരും ഇത്ര വെറൈറ്റി ആയിട്ട് ആക്ടേഴ്സിന് ഒരു ജോലി കൊടുത്തിട്ടില്ല. എനിക്ക് കിട്ടും മിക്കവാറും. സൂപ്പർ. ഇനി ലൈഫ് പാർട്ട്ണറിന് വേണ്ട 3 ക്വാളിറ്റീസ് മനസ്സിലാവും. എന്റെ കരിയറിനെ മനസ്സിലാക്കണം. പിന്നെന്താ, പിന്നെ ട്രിപ്പൊക്കെ കൊണ്ടുപോകുമ്പോ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോ പറ്റത്തില്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എവിടേക്കും ഭയങ്കര ഒരു ജോവിയലായിരിക്കണം. പിന്നെ ഭക്ഷണപ്രിയനായിരിക്കണം. അങ്ങനെ അത് മസ്റ്റ്. അല്ലെങ്കിൽ ഫുഡ് കൊടുക്കാനെങ്കിലും കെൽപ്പുള്ള ഒരാൾ, അതിന്റെ ബില്ല്. ഇപ്പൊ പറഞ്ഞ പോലെ ഫുഡിലായാലും എന്തിലായാലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് തന്നെ സെൽഫായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളായിരിക്കണം, എന്നെ മനസ്സിലാക്കുന്ന ഒരാളാണ്, എൻ്റെ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ അറിഞ്ഞ ഒരാളായിരിക്കും. ഈ 3ാം ക്ലാസ്സിലെ ക്രഷ് തോന്നിയത് എനിക്ക് എങ്ങനെയെന്ന് മനസ്സിലായി. എന്താണ് നിങ്ങളുടെ അറിയോ? ഞാൻ ആ സമയത്ത് ഈ എന്തോ ഈ ബോർഡിൽ പേര് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഈ സംസാരിക്കുന്നവരുടെ. അപ്പം നിരത്തി പിടിച്ചു. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പേര് എഴുതി, അന്ന് വിളിച്ചു. അപ്പോൾ എൻ്റെ പേര് എഴുതി, ഒന്ന് മായ്ക്കുമെന്ന് പറഞ്ഞു. ഞാൻ മായ്ക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു പോകുന്ന വഴിക്ക് അവനിങ്ങനെ പിടിച്ചു കയ്യിൽ. എന്റെ പൊന്നോ എനിക്ക് വയ്യ. ഇനി എസ് ഓർ നോ മാത്രമാണ് കേട്ടോ. എസ് ഓർ നോ വേഗം പറയണം, ആലോചിക്കാനൊന്നും പറ്റില്ല. മൈ ബർത്ത് ഈസ് മൈ മിസ്റ്റേക്ക് എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? സീരിയസ് മൊമെന്റിൽ പൊട്ടിച്ചിരിച്ചിട്ടുണ്ടോ? യെസ്. സ്വന്തം അഭിനയം കണ്ട് തിയേറ്ററിലിരുന്ന് ഉറങ്ങിയിട്ടുണ്ടോ? നോ. ഞാൻ സിനിമയിൽ അവസരം ചോദിച്ച് നടക്കാറുണ്ട്. യെസ്. യെസ്. സൂപ്പർ. ഇനി അടുത്തത് ഡിജോ ചേട്ടൻ്റെ അടുത്താണ്. ജനഗണമന തമിഴിൽ എടുക്കുകയാണെങ്കിൽ ആരായിരിക്കും പൃഥ്വിരാജ് ചെയ്ത ക്യാരക്ടർ ചെയ്യണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നത്? സൂര്യാജിത്തിൽ ആരെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം പറയുന്നത് കമൽഹാസൻ. എസ്കേപ്പ് എന്ന വാക്ക് കേട്ടാൽ ആദ്യം മൈൻഡിൽ വരുന്നത് എന്താണ്? ഈ ഇടയ്ക്ക് ഇപ്പൊ ഞാൻ എന്തോ മറ്റേ നമ്മുടെ പടത്തിന്റെ അതിലൊരു സിനാരിയോ ഉണ്ട്. അപ്പൊ അത് ഏതാണ്ട് റിയാലിറ്റി പോലെ സംഭവിച്ചു, ന്യൂസിലൊക്കെ വന്നു. അതായത് എന്തോ ഇപ്പൊ പറയാലോ എൻകൗണ്ടർ വ്യാജമായിരുന്നു എന്നൊക്കെ പറഞ്ഞു വന്ന. അപ്പത്തേക്കും ഞാൻ ഇതെനിക്ക് അയച്ചു തന്നെ ഒരു ഫ്രണ്ടാണ്. ഞാൻ ഇത് ശരിക്കും ഇത് ഇന്നത്തെ ന്യൂസാണ് പണ്ടത്തെയാണ്? ഇല്ല, ഇപ്പോഴത്തെ നമ്മളൊക്കെ ആദ്യം കിട്ടുന്ന മൊമെന്റ് ഉണ്ടല്ലോ. അപ്പൊ ഞാനിത് രാജുവിന് അയച്ചു കൊടുത്തു. കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഞാൻ എസ്കേപ്പ്. കാര്യം എന്താ വെച്ചാൽ ഇത്ര നാളും പൃഥ്വിരാജാണ് ഇലുമിനാറ്റി എന്ന് പറഞ്ഞോണ്ട് ഇതിപ്പോ ഞാനും ഓക്കെ, അപ്പൊ ഞാൻ എസ്കേപ്പ് എന്ന് പറഞ്ഞിട്ട് അതാണ് എന്റെ മനസ്സിലാവുന്നത്. താഴെ പറയുന്ന ആക്ടേഴ്സിനെ ഒറ്റ വാക്കിൽ ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ, സുരാജ് വെഞ്ഞാറമൂട് ഭയങ്കര ഒരു ഹാർഡ് വർക്കിംഗ്. പൃഥ്വിരാജ് പ്രൊഫഷണൽ ആണ്. മമത മോഹൻദാസ്, എനിക്ക് തോന്നുന്നു മമത മോഹൻദാസും പ്രൊഫഷണൽ ലൈനിലോട്ട് വെക്കണം, അല്ലെങ്കിൽ ഒരു ക്ലാസ്. വിൻസി നമ്മുടെ ഒപ്പമുള്ളവർ എന്തോ പാർട്ട്നേഴ്സ് ഇൻ ക്രൈം എന്ന് പറയുന്ന പോലത്തെ നമ്മുടെ ഒരു വേവ് ലെങ്ത് ഉള്ളത്. ഞാൻ പറയട്ടെ, മറ്റു ചോദ്യം ചേട്ടന് തരാണെങ്കിൽ വിൻസിക്ക് ആക്ടർ അല്ലാതെ വേറെ എന്ത് ജോലിയായിരിക്കും വിൻസിയെ കൊണ്ട് പറ്റുക ചെയ്യാൻ? വിൻസിനെ എനിക്ക് തോന്നുന്നു ഞാനൊരു കമ്പനി തുടങ്ങിയിട്ട് അതിന്റെ ഒരു സെയിൽസ് ബിസിനസ് ഹെഡായിട്ട് അടിച്ച് വീഴ്ത്തും. അവ കൊണ്ട് ഇരുത്തിയിട്ട് വിൻസി ഒന്ന് ഹാൻഡിൽ ചെയ്യണം 2 മണിക്കൂർ. ഞാൻ ഇപ്പോൾ പോയിട്ട് വരാന്ന് പറഞ്ഞാൽ ആളുമായിട്ട് ഇങ്ങനെ സംസാരിച്ചിരുന്നു. പിന്നെ വരുമ്പോഴത്തേക്ക് ആ തോളത്തെ കേട്ടാ നമുക്ക് പരിപാടി സെറ്റ് ആയിട്ടുണ്ട്. എനിക്കൊന്ന് വിൻസി അതിന് പറ്റിയ ആളാണ്. ഓക്കെ, ഇനി മാറ്റണം എന്ന് ആഗ്രഹിച്ചിട്ട് മാറ്റാൻ കഴിയാത്ത ഒരു ദുശീലം? എനിക്ക് മടിയനാണ്. അതായത് സിനിമ ഷൂട്ടിങ്ങിലല്ല, അല്ലാതെ ഇപ്പൊ നമുക്കൊരു സാധനം വായിക്കാൻ തന്നാലും അതവിടെ ഇങ്ങനെ ഇരിക്കും. നമുക്ക് ആ വീട്ടിലെ ഫ്രണ്ടിലെ സോഫ അവിടെ ഇങ്ങനെ കുറച്ചു നേരം കിടക്കുക, അതതിന്റെ ഒരു പ്രത്യേക ഇനി നിങ്ങളുടെ ജീവിതത്തിൽ എക്സാമിനേഷനിൽ കിട്ടിയ ഏറ്റവും കുറഞ്ഞ മാർക്കുള്ള ഒരു സബ്ജക്ട് ഏതാണ്? പഠിച്ചുകൊണ്ടിരിക്കണം, കോളേജിൽ പഠിക്കുമ്പോൾ കെമിസ്ട്രിക്ക് എപ്പോഴും മാർക്ക് കുറവായിരിക്കും. ചിലപ്പോ ഞാൻ പഠിക്കും. ഏറ്റവും കുറവ് മാർക്ക് എപ്പോഴാണ് കിട്ടിയത് കെമിസ്ട്രിക്ക്? അത് ഏത് മാർക്കായിരുന്നു? ഇപ്പൊ 50-ല് 20 കിട്ടിയിട്ടുണ്ടോ? 20. തോറ്റിട്ടില്ല. ഈ ഇംഗ്ലീഷിൽ എത്ര മാർക്ക്? എപ്പോഴും നല്ല മാർക്ക് കിട്ടാറില്ല, ഇംഗ്ലീഷിൽ കിട്ടാറില്ല. അങ്ങനെയാണെങ്കിൽ എൻസൈക്ലോപീഡിയയുടെ സ്പെല്ലിംഗ് പറയും.
Exactly pretty. കറക്റ്റ് അല്ലേ? Correct, correct. വെറുതെ നമ്മൾ ഞാൻ സ്വഭാവം. കൽബിയിലെ ഇനി പോണ്ടാണ്. നിങ്ങൾ ഉറങ്ങിയിട്ട് 50 വർഷത്തിന് ശേഷം ഇങ്ങനെ കണ്ണു തുറന്ന് വരികയെന്ന് വിചാരിക്കും. അപ്പോൾ ആദ്യം തിരയുന്നത് എന്തായിരിക്കും? ഇന്ന് ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ 50 വർഷത്തിന് ശേഷം എണീക്കുന്നുള്ളൂ എന്ന് വിചാരിക്കും. അപ്പൊ ആദ്യം എന്തായിരിക്കും നമ്മൾ തിരയുക? അല്ല, നമ്മുടെ ഫാമിലിനായിരിക്കും. ഫാമിലിനെ ആയിരിക്കും തിരയുക. കണ്ണടയായിരിക്കും. കണ്ണാണല്ലോ. അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയല്ല, എന്ത് വേണമെങ്കിലും അല്ല, എന്ത് തിരയാ? ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വിളിക്കുക ആളുടെ പേരല്ലേ? അമ്മ, അച്ഛ, അമ്മ, അച്ഛ, ഭാര്യ, കൊച്ച്, ഇതൊക്കെ അല്ലേ? അതായിരിക്കും നോർമൽ. ആദ്യം തിരയാ. ശരി, വിൻസി ആണെങ്കിലോ? ഞാൻ പറഞ്ഞില്ല കണ്ണട. വിൻസി അവിടെ കുറച്ചും കൂടെ പക്ഷെ കിടന്നു ഉറങ്ങും. വിൻസിക്ക് അറിയില്ലല്ലോ, എനിക്ക് പ്രായമായി എന്നുള്ളത് അറിയുന്നില്ലല്ലോ. കണ്ണു കാണത്തില്ലല്ലോ. ആ, അങ്ങനെ അതും കറക്റ്റ്. അപ്പോ നിങ്ങളുടെ എല്ലാ ചോദ്യോത്തര എല്ലാം കഴിഞ്ഞു, വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് എന്റർടൈൻമെന്റ്. നിങ്ങളുടെ പാട്ട് കേട്ടു, പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഡയറക്ടറും ആക്ട്രസ് ഒക്കെ ആണെങ്കിൽ പോലും രണ്ടുപേരും അഭിനയിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ഒരു സോങ് സീക്വൻസ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ അഭിനയിക്കും? ഒരു റൊമാൻറ്റിക് സോങ്. നമ്മുടെ ക്വീൻ എന്ന സിനിമയിൽ ഒരു സോങ് ഞാൻ പ്ലേ ചെയ്യും. അതിന് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു കുഞ്ഞു ഡാൻസ്. റെഡി? വെണ്ണിലവേ നിന്നരികിൽ മിന്നും താരമിന്നു മാഞ്ഞിടുന്നു നെഞ്ചകമേ പൊള്ളിടുമാ വേനൽ മാറി പെയ്തലിഞ്ഞു പോകുമോ ഗസലായി പാടുന്നീരാവേരെ ആ ഓർമ്മകൾ ഈശ്വരിൻ താളങ്ങളായി മാറി ഈ നൊമ്പരം ഓരിതളായി ഈ വനിയിൽ വീണടിയും പൂവൊരു നാൾ പാഞ്ഞിടുമേ അപ്പോൾ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ ഇന്നത്തെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ 2 പേരാണ് വരുന്നത്. ഡാൻസേഴ്സ് ആണ്. അപ്പോൾ ഒരു ഡാൻസ് കാണാനുള്ള സമയമാണ് ഇനി നമുക്കുള്ളത്. എന്തായാലും വളരെയധികം സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ചിയാഗി ആൻഡ് ജിഷ്ണ. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. താങ്ക് യു. സോ ആദ്യം തന്നെ എനിക്ക് ഇവരോട് ചോദിക്കല്ലോ, ഇവരുടെ പേര് ഒരു വെറൈറ്റി പേരാണ്. മലയാളികൾ അല്ലാന്ന് നമുക്ക് തോന്നിപ്പോ. ഈ ചിയാഗി, ചിഷ്ണ എന്നൊക്കെ പറയാം. ഏത് ലാംഗ്വേജ് ആണ് ഇത്? ചൈനീസ്? ജാപ്പനീസ്. എന്താ അതിന്റെ അർത്ഥം? അല്ല, എനിക്ക് ഒരു തവണ മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്, 1000 ശരത്കാലങ്ങളുടെ കൂട്ടോ അങ്ങനെ എന്തോ ഒരു മീനിങ് ഉണ്ടെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് മീനിങ് ഒന്നും അർത്ഥമില്ലാത്ത പേരാണ് എന്റെ. പക്ഷെ വെറൈറ്റി പേരാണ് കേട്ടോ. നിങ്ങളെ പരിചയപ്പെടുന്ന ആരും ചിലപ്പോ നിങ്ങളെ മറക്കില്ല. അച്ഛനും എന്തിനായിരിക്കും ഇത് ഇട്ടെന്നാണ് എന്റെ ഡൗട്ട്. അവരോടൊന്ന് ചോദിക്കാം. എന്താ അച്ഛൻ, എന്തെങ്കിലും കാരണമുണ്ടോ അച്ഛാ? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. പിന്നെ പേര് ഇപ്പോൾ അവള് പറഞ്ഞ പോലെ തന്നെ ആര് പേര് ചോദിച്ചാലും അതിന് വേണ്ടി. അച്ഛന്റെ പേരെന്താ? എൻ്റെ പേര് രതീഷ്. രതീഷ്. അമ്മയുടെ പേര് ജയ. അപ്പൊ അതില് ഒരു ഇളവൾക്ക് ഷായും മൂത്തവളുടെ ഇതില് യായും ഒന്ന് വന്നിട്ടുണ്ട്. അത് യാദൃച്ഛികമാണ്, നമ്മൾ അത് പ്രതീക്ഷിച്ചിട്ടതല്ല. പിന്നെ ഒരു ജപ്പാനീസ് ഒരു പെൺകുട്ടീനെ നമ്മുടെ തൊട്ടടുത്ത് തൃപ്പൂണിത്തുറ കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്, കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ പേര് പേപ്പറിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ചിയാഗി എന്നല്ല അതിന്റെ ശരിക്കും ഇത് വന്നത്. അവർ അതില് ഷിയാഗി എന്നാണ്, CSH ആണ് അതിൽ വരുന്നത്. അപ്പൊ എസ് ആവുമ്പോ ആൽഫബറ്റിൽ താഴെ പോകുന്നതുകൊണ്ട് ഞാനത് സി ആക്കിയെടുത്ത്. അപ്പൊ സിയിൽ തന്നെ ഫസ്റ്റ് കിടക്കട്ടെ. സി തന്നെ അടുത്ത ആൾക്കും കിട്ടും. അച്ഛൻ കാണുന്ന പോലെ അല്ല, ഭയങ്കര ബുദ്ധിയാണ്. ഓക്കെ, അപ്പൊ അതാണ് അച്ഛന്റെ തീരുമാനത്തിൽ എടുത്ത പേരുകൾ. എന്തായാലും സൂപ്പറായി. പിന്നെ ഇവര് വൈറൽ ഡാൻസേഴ്സ് ആണോ? അങ്ങനെയാണ് ഇവർ അറിയുന്നത്, വൈറൽ ഡാൻസ് സിസ്റ്റേഴ്സ്. ഏത് പാട്ടിലാണ് നിങ്ങൾ ഡാൻസ് ചെയ്തപ്പോ വൈറലായത്? കുടുക്ക് എന്ന് പറഞ്ഞിട്ട് വരാൻ ഇറങ്ങുന്ന ഒരു ഫോക്ക് ഡാൻസിലാണ് നിങ്ങൾ ചെയ്തത് അല്ലേ? സോ അതിൽ വൈറലായി. അതായത് എന്താണ് അതിന്റെ ഒരു സംഭവങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു? ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു, പിന്നെ എന്തുണ്ടായി? ഫേസ്ബുക്കിലിട്ടു, ആൾക്കാരൊക്കെ കണ്ടു, വീടിന്റെ അടുത്തുള്ളവരൊക്കെ എല്ലാവരും ഷെയർ ചെയ്തു. അപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പൊ നിങ്ങൾ കുഞ്ഞിലേ മുതല് എത്ര വയസ്സ് മുതൽ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയത്? 3.5 വയസ്സ് തൊട്ട് കളിച്ചു തുടങ്ങിയതാണ്.
അത് കഴിഞ്ഞ് ഒറ്റയ്ക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ആള് വലുതായതിനു ശേഷം ഞാൻ ഒരു സ്ഥലത്ത് ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കൂടെ കയറി പോന്നു. പിന്നെ ഒരുമിച്ച് അങ്ങോട്ട് കയറലായി. ഒരുമിച്ച് കയറി. ശരിക്കും നിങ്ങൾ എന്താ പഠിക്കുന്നത്? ഞാൻ വർക്ക് ചെയ്യുവാണ്. കണ്ടാ പറയില്ല കേട്ടാ. ഇവിടെ എന്താ ഞാൻ പാലാരിവട്ടത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്നു? പ്രൊഫസറാണോ? അല്ലല്ല, ഞാൻ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്. ഞാൻ +2 എഴുതിയേക്കാണ്. +2. പക്ഷെ ഞാൻ വിചാരിച്ചത് ഒരാളൊരു 10ലും ഒരാളൊരു 7ലും ഒക്കെ ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. കൃത്യനിഷ്ഠയുള്ള ജീവിതമായിരുന്നു, വയസ്സ് കുറവേ തോന്നിക്കും. ഡിജോ ചേട്ടൻ എന്താ ചോദിക്കാനുള്ളത്? എന്തൊക്കെയുണ്ട് വേറെ ബാക്കി ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഫ്യൂച്ചർ ലെവൽ ഡാൻസ് ക്ലാസ് എന്നല്ലാതെ സിനിമ അങ്ങനെയൊക്കെ വല്ല സ്വപ്നമോ എന്തെങ്കിലും? സിനിമ ഞാൻ ഓഡീഷനൊക്കെ പോയിട്ടുണ്ട്. അവള് മോണാക്ട് ഒക്കെ ചെയ്യും, ഡ്രാമ ചെയ്യും. പ്രൈസ് ഒക്കെ. അപ്പൊ അഭിനയിക്കാൻ ഇഷ്ടമാണ്. ഈ ഡയറക്ടറോട് വേണമെങ്കിൽ അവസരം ചോദിച്ചോ? എനിക്കറിയില്ല. ഞാൻ മനസ്സിൽ കണ്ട്. ഇല്ല, പക്ഷേ വിൻസിക്ക് എന്താ ചോദിക്കാനുള്ള കുട്ടികളോട്? ചോദിക്കല്ലേ പറയാനുള്ളത്. ഈ ചെറുതൊരു തീപ്പൊരിയാൻ തോന്നുന്നു. ആളുടെ ഒരു ഫയർ ഉണ്ട്. എന്താ പറയാ, ഞാനത് ചോദിക്കാനാ നിൽക്കുന്നത്. എന്തായാലും അമ്മയ്ക്ക് എന്താണ് വിശേഷങ്ങൾ? പറയൂ. അമ്മയുടെ ഈ 2 മക്കൾ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന കാണുമ്പോ അമ്മയുടെ മനസ്സിൽ എന്തൊക്കെ ആഗ്രഹങ്ങളാണ്? എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ അമ്മയ്ക്ക്? സന്തോഷമുണ്ട്. പിന്നെ മക്കൾ ഉയർന്ന നിലയിൽ എത്തണം എന്ന് ഒരാഗ്രഹമുണ്ട്. അമ്മയ്ക്ക് കുഞ്ഞിലെ ഡാൻസ് പഠിക്കണം എന്നുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. കളിച്ചിട്ടൊക്കെ ഉണ്ട്. ഉണ്ട്. അതിപ്പോഴും പഠിക്കാലോ. അതെ, ഇനി ഇവര് പഠിപ്പിക്കും. അവരോട് ആണോ? അത് ശരി. ആര് പഠിപ്പിച്ചില്ലെങ്കിൽ ഇവള് പഠിപ്പിക്കും. അവരോട് ഞാൻ കളിക്കാറുണ്ട്. അപ്പൊ ഇനി അടുത്തൊരു പ്രാവശ്യം നമ്മളൊരു വേറെ കുറച്ച് എപ്പിസോഡ്സ് കഴിഞ്ഞിട്ട് വീണ്ടും വിളിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടെ അമ്മയും കൂടി ഈ വേദിയിൽ സെന്ററിൽ നിന്ന് കളിക്കണം. അതെ, ഡാൻസ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. ശ്രമിക്കാം. അപ്പൊ നല്ലൊരു ഡാൻസ് പഠിച്ചു വെച്ചോ. ഇത്രയും സപ്പോർട്ടുള്ള പേരൻസിനെ കിട്ടുന്നത് വലിയ ഭാഗ്യമാണ്. ആൻഡ് നിങ്ങളും ഈ ഒരു പാഷൻ ലൈഫ് ലോങ് കൊണ്ടുപോവാ. അടിപൊളിയായിട്ട് ഈ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ.